സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനെ CPM-നെ പിടിച്ചുകുലുക്കുന്ന പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ ഉന്നതതല അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DGP തന്നെ നേരിട്ട് അന്വേഷിക്കും അൻവറിന്റെ ആരോപണങ്ങൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉന്നതതല സംഘം അന്വേഷിക്കും, സമഗ്രമായ അന്വേഷണം ഉണ്ടാവും. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. പക്ഷെ അതുണ്ടായില്ല. സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഒപ്പം ADGP MR അജിത് കുമാറിനെ തൽക്കാലം മാറ്റില്ല എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം ADGP MR അജിത് കുമാറിനെതിരെയും മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ADGP MR അജിത് കുമാറിനെതിരായ കൂടുതൽ തെളിവുകൾ PV അൻവർ MLA ഇന്ന് മുഖ്യമന്ത്രി കൈമാറുമെന്നുള്ളതാണ്. ഇന്ന് മുഖ്യമന്ത്രി അൻവർ നേരിട്ട് കാണുന്നുണ്ട്. അൻവർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ അൻവർ വാർത്താ സമ്മേളനത്തിലൂടെയാണ് അപ്പോഴൊക്കെ ഉയർന്ന ചോദ്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അൻവർ ബോധ്യപ്പെടുത്തുന്നില്ല. ഒരു ഭരണകക്ഷി MLA ആണ്. അൻവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് അൻവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നില്ല, കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ തുറന്നു പറയുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. അതിനൊക്കെ മറുപടിയായി ഒരുപക്ഷെ അൻവർ എന്ന് മുഖ്യമന്ത്രിയെ കണ്ടേക്കും. അതിലും പ്രധാനപ്പെട്ട കാര്യം ശബ്ദ സംഭാഷണമടക്കം അൻവറിന്റെ പക്കൽ ചില തെളിവുകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ശബ്ദ സംഭാഷണമടക്കം ഉള്ള തെളിവുകൾ കൈമാറും എന്നുള്ളതാണ്. VV അരുണും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, അൻവറിന്റെ നീക്കങ്ങൾ വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ വാർത്താ സമ്മേളനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ വെളിപ്പെടുത്തലുകൾ അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അൻവറിന്റെ പിന്തുണയുമായി മുൻ MLA-മാരടക്കം രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്ത്. അതിനപ്പുറത്ത് അൻവർ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? കാരണം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലൂടെ എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത്? ഈ ആരോപണങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ ഒരു തീരുമാനം കൂടി പ്രതീക്ഷിക്കുന്നുണ്ടോ അൻവർ? രഞ്ജിത്ത്, അൻവറിന്റെ നീക്കം അസാധാരണമാണ്. മുൻപൊന്നും നമ്മൾ കാണാത്തതുമാണ്. അത് തന്നെ ഒരു സവിശേഷ സാഹചര്യമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ അൻവർ ഇതുവരെ നടത്തിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു രാഷ്ട്രീയ കേരളത്തിന് അത്ര സുപരിചിതമായിട്ടുള്ളതല്ല. ഒരു MLA അദ്ദേഹത്തിന്റെ നേരിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ധരിപ്പിക്കാമെന്നിരിക്കെ അതിനു പകരം അത് പൊതുജനത്തെ, സമൂഹത്തെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന് ഈ ചില പ്രശ്നങ്ങളാണ് എനിക്ക് പരിഹരിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലായിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി പിന്നീട് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന കാര്യം. ഇതിന് പ്രധാനമായിട്ടും ഉള്ള കാരണം മുൻപ് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. മുൻപ് പലതവണ അദ്ദേഹം പല വിഷയങ്ങളിലും ADGP അജിത് കുമാറുമായും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായും നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു, നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നീക്കവും ഉണ്ടായില്ല. അതൊക്കെ അവിടെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് സത്യത്തിൽ അൻവറിന്റെ ഈ ഒരു ലക്ഷ്യത്തിന് പിന്നിൽ തന്നെ, അതായത് ചില പുഴുക്കുത്തുകളുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രിയോട് എന്തുകൊണ്ട് നേരിട്ട് ചോദിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഞാൻ സമയമാകുമ്പോൾ അത് പറഞ്ഞോളാം എന്ന മറുപടി പറഞ്ഞ് അൻവറിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് അൻവർ ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അൻവറും അതുപോലെ തന്നെ തവന്നൂർ MLA KT ജലീലും ഒക്കെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവർ ഒരുമിച്ചായിരിക്കും ഒരുപക്ഷെ മന്ത്രി V അബ്ദുറഹ്മാനും മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇങ്ങനെ 3 പേര് ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അതിന് പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. മലപ്പുറം ജില്ലയിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അൻവർ ഒറ്റയ്ക്ക് തുടങ്ങി വെച്ച ഈ ഒരു പോരാട്ടം അത് അൻവറിൻ്റെത് മാത്രം അല്ല, അൻവർ മാത്രം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് ജില്ലയിലെ ഒരു സാധാരണക്കാർ നേരിടുന്ന, പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് ഒന്നിച്ച് കണ്ട് ബോധ്യപ്പെടുത്തി അതിലെ ഒരു മെറിറ്റ് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിൽ ഈ 3 പേരും ഒരുമിച്ച് കാണുകയാണെങ്കിൽ അതിന്റെ പിന്നിലായിട്ട് ഉണ്ടാവുക. എന്നാണെങ്കിലും KT ജലീലും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഈ ഒരു വിഷയം പൊതുജന സമൂഹത്തിൽ അൻവർ ഉണ്ടാക്കിയ ഒരു കോളിളക്കമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവർ നടത്തുന്ന ഈ ഒരു നീക്കത്തിന് അനുകൂലമായിട്ടാണ് പൊതുജനത്തിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ ഭാഗത്തുള്ളവർ പോലും നിൽക്കുന്നത്. അത് ഉണ്ടാക്കുന്ന ഡാമേജ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും
ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്നു കാണിക്കുവാൻ ഒരു ഭരണപക്ഷ MLA നടത്തിയ നീക്കത്തെ പൊതുജന സമൂഹം വലിയ സ്വീകാര്യതയോടെയാണ് കാണുന്നത്. അപ്പോഴും അസാധാരണമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുമോദിലേക്ക് വരാം. VV അരുണ് ചേരുന്നുണ്ട്. അരുണ്, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭരണപക്ഷ MLA, അദ്ദേഹം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി ഒരുപക്ഷെ പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപണമായി അവതരിപ്പിക്കുകയാണ്. അത് മുഖ്യമന്ത്രി ഓഫീസിനെതിരെ. അത് ചെറിയ ഡാമേജ് ഒന്നുമല്ല, നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ സർക്കാരിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉയർത്തിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ, അത് ഏറ്റെടുക്കുന്ന പ്രതിപക്ഷം, അതിന്റെ മെറിറ്റിൽ അതിനെ കാണുകയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യുന്നത്, അതോ ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു അങ്കലാപ്പിലാണോ? എന്താണ് ഒരു സാഹചര്യം പൊതുവെ തലസ്ഥാനത്ത്? കൃത്യമായി CPM-നും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം രണ്ടു വശത്തുള്ളതും പ്രബലരാണ്. ആരോപണം ഉന്നയിച്ചത് ഇടത് MLA ആണ്. ഇടത് MLA എന്നതിനപ്പുറത്തേക്ക്, സാധാരണ ഒരു MLA-ക്ക് അപ്പുറത്തേക്ക് ഇടത് അണികളിൽ, CPM അണികളിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൂടിയാണ് PV അൻവർ. വലിയ ആരാധക വൃന്ദത്തെ, ഫാൻ ബേസ് സൃഷ്ടിച്ച MLA ആണ്. പലപ്പോഴും CPM MLA-മാർ പോലും അല്ലെങ്കിൽ CPM നേതാക്കൾ പോലും തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങളിൽ ആദ്യം മുന്നിട്ടിറങ്ങി എതിരാളികൾക്കെതിരെ വിമർശനം ഉന്നയിച്ച് കയ്യടി നേടുന്ന CPM അണികളുടെ വലിയ പിന്തുണ നേടിയെടുത്തിട്ടുള്ള ആളാണ് അൻവർ. എക്കാലവും ഇടതുപക്ഷം തുറച്ചു നിർത്തുമെന്ന് പറഞ്ഞ ആളാണ്. അത്തരമൊരു ആളാണ് ആരോപണം ഉന്നയിക്കുന്നത്. എതിർവശത്താകട്ടെ, ആരോപണം നേരിടുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനെന്ന് പൊതുവെ അറിയപ്പെടുന്ന, ഒരിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിപ്പോയ P ശശി എന്ന കണ്ണൂരിലെ കരുത്തരായ നേതാവ്. അദ്ദേഹം തിരിച്ചുവരവിലും വലിയ കരുത്തോടെ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സമിതിയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എത്തിയത്. അദ്ദേഹമാണ് പാർട്ടിയെ, പോലീസിനെ നിയന്ത്രിക്കുന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മുഖ്യമന്ത്രി പോലും അറിയാതെ പോലീസിനെ ഹൈജാക്ക് ചെയ്തു ശശി എന്ന വിമർശനം. അത്ര പവർഫുള്ളായ കരുത്തരായ ഒരു നേതാവിനെതിരെ, മുഖ്യമന്ത്രി വിശ്വസനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഒരാൾ കൂടി ആരോപണ നേരിലുള്ളത് സംസ്ഥാന പോലീസിലെ ഏറ്റവും ശക്തരായ IPS ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് അദ്ദേഹം. ഈ രണ്ടുപേർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു പക്ഷത്തെയും അങ്ങനെ തള്ളാൻ പറ്റാത്തൊരവസ്ഥ സർക്കാരിനുണ്ട്, CPM-നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അജിത് കുമാറിനെ മാറ്റി നിർത്തിയ അന്വേഷണമാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അജിത് കുമാറിനെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. P ശശിയും സമീപ ഭാവിയിലൊന്നും മാറ്റാൻ CPM ആലോചിക്കുന്നുമില്ല. അതായത് മുഖ്യമന്ത്രിക്ക് ഈ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ ആകുന്നില്ല, ഒപ്പം അൻവറിനെ പിഴക്കാനും ആകുന്നില്ല. അങ്ങനെ അസാധാരണമായ ഒരു സാഹചര്യമാണ്. എവിടെയെങ്കിലും ഒരു നിലപാട് വേണമല്ലോ. ഒന്നുകിൽ ADGP-യെ മാറ്റി നിർത്തിക്കൊണ്ട് അൻവറിന്റെ ആരോപണത്തെ അതിന്റെ മെറിറ്റിൽ അന്വേഷിക്കുക എന്നത് പ്രധാനമാണ്. അല്ലെങ്കിൽ അൻവറിനെ തള്ളിപ്പറയുക, ADGP-യെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുക. ഇതൊന്നുമില്ലാതെ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പാർട്ടിയുടെ ഒരു പിന്തുണ എത്രത്തോളം മുഖ്യമന്ത്രിക്കുണ്ട് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ അരുൺ. രഞ്ജിത്ത്, അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു നീക്കം നമ്മൾ കാണേണ്ടത്. അദ്ദേഹം ഇന്നലെ കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളനം പ്രസംഗിച്ചതും ഏതെങ്കിലും രീതിയിലുള്ള എടുത്തു ചാടിയുള്ള അല്ലെങ്കിൽ ഒരു മുൻകൂട്ടിയുള്ള ഒരു നിഗമനത്തിലേക്കല്ല സർക്കാർ എത്താൻ പോകുന്നത്. പകരം കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച ശേഷം അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുമെന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി അവിടെ സ്വീകരിച്ചത്. അത് അൻവറിന്റെയും അജിത്തിന്റെയും അജിത് കുമാറിന്റെയും കാര്യത്തിൽ മാത്രമല്ല, സുജിത്ദാസിന്റെ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സുജിത്ദാസിന്റെ ആ ഒരു ശബ്ദ സന്ദേശം മാത്രം മതി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചട്ടലംഘനങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ചകളൊക്കെ തെളിയിക്കാൻ. പക്ഷേ അവിടെയും നേരിട്ട് നടപടിക്കല്ല മുഖ്യമന്ത്രി നീങ്ങിയതെന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തെ സുജിത്ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല സർക്കാർ ചെയ്തത്. പകരം SP സ്ഥാനത്ത്, പത്തനംതിട്ട SP സ്ഥാനത്ത് മാറ്റുകയും ഹെഡ്ക്വാർട്ടേഴ്സിൽ DGP-ക്ക് മുമ്പാകെ, സംസ്ഥാന പോലീസ് മേധാവിക്ക് മുമ്പാകെ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് നടപടികൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചന നമുക്കിത് കാണണം. ഈ അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തോടെ നൽകാനാണ് DGP-ക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുവരെ നീണ്ടുപോകുമോ എന്ന കാര്യം മാത്രമാണ്, നടപടികൾ അതുവരെ നീണ്ടുപോകുമെന്ന കാര്യം മാത്രമാണ് അറിയേണ്ടത്. അൻവറിനെ പൂർണ്ണമായും തള്ളുന്നില്ല. അതേസമയം അജിത് കുമാർ കുറ്റക്കാരനാണെന്ന് പൂർണ്ണമായും വിധിക്കുന്നുമില്ല സർക്കാർ. അത്തരമൊരു അവസ്ഥ ഉണ്ട്. പക്ഷെ CPM-നും അതൊരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ച പോലെ വ്യക്തവുമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പല നേതാക്കൾക്കും അറിയില്ല. ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ പിന്നെ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അത് ആരുടെ മേൽനോട്ടത്തിലാണ്? മുഖ്യമന്ത്രി തന്നെയാണോ ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കുന്നവർ CPM-നും പ്രതിപക്ഷത്തുമൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, CPM-ൽ പുതുതായി രൂപപ്പെടാൻ പോകുന്ന ഒരു ശാക്തിക ചേരി, അതിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അടക്കം പിന്തുണയോടുകൂടി ആ ചേരി നടത്തുന്ന നീക്കമാണോ എന്ന സംശയമുള്ളവരുമുണ്ട്. പക്ഷേ അവിടെയും ഇന്നലെ
ഈ അൻവറിനെ തള്ളാതെ അല്ലെങ്കിൽ അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടുകൾ ആ രീതിയിൽ തള്ളിക്കളയാതെ മുഖ്യമന്ത്രി നിലപാടെടുത്തതാണ് ഈ കൂട്ടരെയും സംശയത്തിലാക്കുന്നത്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ നീക്കം CPM രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ തുടക്കമാകാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടുതൽ കരുത്തനാകാനും തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ നീക്കമാകാം. ഇങ്ങനെ പല വിലയിരുത്തലുകളുണ്ട്. ഏതായാലും CPM രാഷ്ട്രീയത്തിൽ ഒരു വലിയ അനിശ്ചിതാവസ്ഥ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാരിൽ ഒരു വലിയ അനിശ്ചിതാവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. അൻവർ ഇന്നലെ സ്വാഭാവികം പ്രതീക്ഷിച്ചിരിക്കുക MR അജിത് കുമാറിനെതിരെ ഒരു ശക്തമായ നടപടി തന്നെയാകും മുഖ്യമന്ത്രി ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എങ്ങനെയാകും അൻവർ സ്വീകരിക്കുക, അതിനോട് അൻവർ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്, അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മുഖ്യമന്ത്രി അൻവർ കാണുന്നതിലൊരു ഉറപ്പായും കാണുമെന്ന് പറയാറായിട്ടില്ല. മുഖ്യമന്ത്രി സമയമനുസരിച്ച് ഇന്നുണ്ടാകാൻ പോകുന്ന ഡെവലപ്മെന്റ് അനുസരിച്ചായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കാണുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മുഖ്യമന്ത്രി സമയം നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിലും അത്തരത്തിൽ വ്യക്തതയില്ല. ഏതായാലും വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ന് തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുഖ്യമന്ത്രിയെ കാണാനായി അൻവർ തലസ്ഥാനത്ത് വരുന്നു. അൻവർ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ KT ജലീലിന്റെ ഒരു സാന്നിധ്യം അൻവറിനൊപ്പം ഉണ്ടാകും. കാരാട്ട് റസാഖും ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കണ്ടേക്കുമെന്നുള്ള വിവരമാണ്. മലബാർ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ചുവടുവെപ്പുകൾ. ഒപ്പം CPM രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, മലബാറിൽ CPM-നുള്ള താല്പര്യം, ലീഗിന്റെ അപ്രമാദിത്യം ഇല്ലാതാക്കാനുള്ള പലവിധ ശ്രമങ്ങൾ. അവിടെയാണ് ഈ KT ജലീലിനെയും അൻവറിനെയും പോലെയുള്ള പഴയ കോൺഗ്രസ് ലീഗ് ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഒരു ശക്തമായ ശാക്തിക ചേരി ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ഇവിടെ നമുക്ക് ചില കമന്റ്സ് ഒക്കെ നമ്മുടെ താഴെ ഫേസ്ബുക്ക് വീഡിയോയ്ക്ക് താഴെ വരുന്നത്, വീണ്ടും പൊതുജനത്തെ കഴുതകളാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്, വളരെ മോശം, എന്തിനിത്രയും തരം താഴുന്നു, നടപടി ശക്തമായിട്ട് നടപ്പിലാക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം ചില പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ADGPക്കെതിരെ ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ്. പക്ഷെ നടപടി ഉണ്ടോ ഇല്ല എന്ന കാര്യം നമുക്ക് വ്യക്തതയില്ല. കാരണം അതിനൊക്കെ അല്പം സമയം വേണം. ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള കാര്യങ്ങളാണ്, അതിനുള്ള സമയം കൊടുക്കണം. വളരെ പെട്ടെന്ന് ചാടി കയറുകയും ചെയ്യാനും പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ സംശയം, എന്തുകൊണ്ട് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുന്നില്ല, അത് വൈകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ് നേരത്തെ പറഞ്ഞു വെച്ച നിർണായകമായ ഒരു കാര്യമുണ്ട്. കാരണം മലബാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അൻവർ തുറന്നുവിട്ട ഈ ഭൂതത്തിന്റെ പ്രസക്തി അത് വളരെ വലുതാണ്. അത് ഒരുപക്ഷെ പലതവണ CPM-നെയോ മുഖ്യമന്ത്രിയോ ബോധ്യപ്പെടുത്തിയിട്ടും അതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നില്ല. പോലീസിന്റെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിലെ CPM പ്രവർത്തകർ, അണികൾ, ജനങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നു. അതിന്റെ പ്രതിഫലനമായി തുറന്നു പറയേണ്ട ഒരവസ്ഥയിലേക്ക് അൻവർ എത്തിച്ചേരുന്നു. അതിന് കാര്യമായ പിന്തുണ ലഭിക്കുന്നു. അതിന് പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് മേഖലകളിലൂടെ നമ്മളത് ചിന്തിക്കണം. കാരണം മലബാർ രാഷ്ട്രീയത്തിലെ ലീഗിന്റെ അപ്രമാദിത്യമുണ്ട്. കോൺഗ്രസ് അവിടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്. ഇവരോട് രണ്ടുപേരോട് പോരടിച്ച് നിൽക്കുന്ന അൻവറാണ് CPM-ന്റെ മുഖ്യമന്ത്രിക്കെതിരെ പോലും ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോൾ അൻവർ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്, കേവലം ഈ ആരോപണങ്ങൾക്കപ്പുറം. തീർച്ചയായും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തു തുടങ്ങാം. അതായത് ജലീലും V അബ്ദുറഹ്മാനും അൻവറിന് നൽകുന്ന പിന്തുണ. ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഈ മൂന്ന് പേരും ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര MLA-മാരാണ്. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം അത് ജെന്യുവിൻ ആണ്, അല്ലെങ്കിൽ അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല, അത് അൻവറിന്റെ മാത്രം ഒരു വിഷയമല്ല, തങ്ങളടക്കം പ്രവർത്തകരിൽ നിന്നും കേൾക്കുന്ന, നേരിടുന്ന ഒരു വിഷയമാണെന്ന ആ ഒരു സന്ദേശം മുഖ്യമന്ത്രിക്ക് മുമ്പിൽ എത്തിക്കുക. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അൻവർ നടത്തിയ പല നീക്കങ്ങളും അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അൻവറിന്റെ SP ഓഫീസിന്റെ ക്യാമ്പ് ഓഫീസിലെ കുത്തിയിരിപ്പ് സമരമൊക്കെ ഇടതുപക്ഷത്തെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട്. അവർ നൽകിയ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നാണ് അൻവർ ഇത്തരത്തിലുള്ള പല പ്രതിഷേധങ്ങളും വാർത്താ സമ്മേളനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അൻവറിനെതിരെ അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ അതിനെ ചെറുക്കുക, അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതിന്റെ മെറിറ്റിലെടുക്കുക, പാർട്ടിയിൽ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതിനെ ഒന്നിച്ച് പ്രതിരോധിക്കുക. അങ്ങനെ ഒരു സന്ദേശമാണ് ഈ ഒരു ലക്ഷ്യത്തിന് പിന്നിൽ എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം മൂന്ന് ഇടതുപക്ഷ MLA-മാർ, സ്വതന്ത്ര MLA-മാർ ഒരുമിച്ച് ഈ ഒരു വിഷയം മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് അവർ പറയുന്ന കാര്യങ്ങളുടെ വസ്തുതയ്ക്കപ്പുറം രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നതാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ വിലക്കുണ്ടായിട്ടും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും അതിനെ മറികടന്ന് എന്തുകൊണ്ട് അൻവർ ചെയ്തു എന്നുള്ള കാര്യം അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ എത്തിക്കുവാനും അതുവഴി ഈ മലപ്പുറം ജില്ലയിൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നും
മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുക, അത്തരത്തിൽ ആ വിഷയത്തിൽ ഒരു കൃത്യമായ ചിത്രം മുഖ്യമന്ത്രിക്ക് നൽകുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഒരുപക്ഷെ അൻവർ പറയുന്ന കാര്യങ്ങൾ, അൻവറിന്റെ രീതികൾ, അൻവറിന്റെ ഒരു ഒറ്റയാൻ പോരാട്ടം എന്നൊക്കെ നമുക്ക് പറയാം, അതൊന്നും പരമ്പരാഗത രീതിയിൽ പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അതേപടി പാലിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒന്നും ദഹിക്കുന്നതല്ല. കാരണം അൻവറിന്റെ പല രീതിയിലും നമുക്കൊരു അൻവർ ഈ പറയുന്ന തന്റേതായ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ആരെ അനുസരിക്കുകയോ അങ്ങനെ പെട്ടെന്ന് ആർക്കും വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്ന ആളല്ല. ആ തരത്തിലുള്ള ഒരു സ്വഭാവക്കാരനായ പക്ഷേ താൻ ഉദ്ദേശിക്കുന്നത് ജനനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണെന്നും പൊതുജന പ്രസക്തമായിട്ടുള്ള കാര്യമാണെന്നും അതിൽ മെറിറ്റ് ഉണ്ടെന്നും അൻവർ ഉറച്ചു വിശ്വസിക്കുന്നിടത്തോളം അൻവർ ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് അൻവറിന് താഴെ തട്ടിൽ അണികളുടെ ഭാഗത്തും വലിയ പിന്തുണ കിട്ടുന്നത്. നമ്മൾ നോക്കൂ, 2 ദിവസമായിട്ട് അൻവറിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടുന്ന വലിയ ഒരു പിന്തുണയുണ്ട്. അൻവർ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ട് പോലും പാർട്ടി പ്രവർത്തകർ പോലും അൻവറിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കമന്റ് ഇടുകയോ ഒരു തരത്തിലുള്ള വിമർശനം നടത്തുകയോ ചെയ്തിട്ടില്ല. അത് എതിരാളികൾ പോലും അൻവറിനെ അംഗീകരിക്കുന്ന തരത്തിലേക്ക്, അൻവറിനോടുള്ള എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് അൻവർ ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കണം എന്ന തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുവാൻ കൂടിയാണ് ഈ സ്വതന്ത്ര MLA-മാരുടെ പിന്തുണ, അല്ലെങ്കിൽ അവർ അൻവറിന്റെ ഒപ്പം നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. അൻവറിനെയും മറ്റും ഒഴിവാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് നിലനിൽക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളത് മറ്റൊരു പ്രസക്തമായ കാര്യമാണ്. കാരണം പരമ്പരാഗത ലീഗ് കോട്ടകൾ കീഴടക്കണമെങ്കിൽ, അത് അവിടെ കടന്നു കയറണമെങ്കിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പാരമ്പര്യമുള്ള ഇത്തരം നേതാക്കളുടെ സാന്നിധ്യവും അവരുടെ പിന്തുണയും അവർ മുന്നിൽ നിൽക്കേണ്ടതും ഇടതുപക്ഷത്തിന് മലപ്പുറം ജില്ലയിൽ ആവശ്യമാണ്. അത് ഇടതുപക്ഷം കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു നയമാണ്, രീതിയാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അത് തന്നെയായിരിക്കും പല മണ്ഡലങ്ങളിലും ആവർത്തിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അൻവറിനെതിരെ വലിയ തോതിൽ ഒരു നടപടിക്ക് പോവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. മറിച്ച് അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിൽ എന്താണോ നടപടി സ്വീകരിക്കാൻ സാധ്യമാകുന്നത് അതിലേക്ക് എത്തുക എന്ന വഴിയാകും മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അത് അൻവർ ഒറ്റയ്ക്കല്ല എന്ന ഒരു സന്ദേശം കൂടി ഈ അൻവറിന്റെ കൂടെ ജലീലും അതുപോലെ വി അബ്ദുറഹ്മാനും ഒക്കെ ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് നൽകും. അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിനാണ് ഇവിടെ കളമൊരുങ്ങുന്നത്. അത് മലപ്പുറത്തിന്റെ രാഷ്ട്രീയത്തിൽ, മലബാറിന്റെ രാഷ്ട്രീയത്തിൽ ഏറെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അത് അല്പം വ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്നതുമാകും. തീർച്ചയായും. അതായത് പ്രതിപക്ഷം അൻവറിനെ തള്ളിപ്പറയുന്നുണ്ട്, അൻവറിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ അവർ തള്ളുന്നില്ല. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി അടക്കം മറുപടി പറയണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, CPM ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അൻവറിനെ തള്ളണോ, ADGPയെ മാറ്റണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകേണ്ടി വരും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ പഴയ SP അടക്കം ആരോപണ വിധേയനായ സുജിത് ദാസിനെ അടക്കം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ശിക്ഷാ നടപടി, അതിന് ശിക്ഷാ നടപടി എന്ന് പറയാൻ പറ്റില്ല, ഒരു മയപ്പെട്ട ശിക്ഷാ നടപടിയിലേക്കാണ് മാത്രമാണ് കാര്യങ്ങൾ എത്തിച്ചത്. പുറത്താക്കുമെന്ന് നേരത്തെ സസ്പെൻഷൻ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞിരുന്നു, അത് സംഭവിച്ചില്ല. ADGP അജിത് കുമാറിനെയും തൊടാൻ സർക്കാർ ആഭ്യന്തര വകുപ്പ് മടിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട സൂചനകളാണ്. CV അനുമോദും BV അരുണുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക്